ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ കമ്പോണൻറ്റ്സ് എന്ന് പറയുന്ന ആ മൊഡ്യൂളിലെ ഇൻട്രൊഡക്ഷൻ ടു CPU ആർക്കിടെക്ചർ ആൻഡ് മദർ ബോർഡ് എന്നുള്ള ടോപ്പിക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ കമ്പോണൻറ്റ്സിലെ ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ നോക്കിയില്ലേ? അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതാണ് നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ തന്നിട്ട് അത് ഏത് ജനറേഷനിൽ വരുന്നതാണ് എന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ എപ്പോഴും അത് ഏത് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് എക്സാം ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ റിലേറ്റഡ് എന്നല്ല, കമ്പ്യൂട്ടർ എന്ന ടോപ്പിക്ക് വരുന്ന PSCൻ്റെ എല്ലാ അതിലും ഏറ്റവും ആദ്യം വരുന്ന ചോദ്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഒരു ബേസിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഏത് ജനറേഷൻ റിലേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റും കാര്യങ്ങളൊക്കെ ഇല്ല, അപ്പോൾ ഏതെങ്കിലും അതിൽ നിന്ന് റിലേറ്റഡ് ആയിരിക്കും. സോ നമ്മൾ പറഞ്ഞ ആ ഒരു ചാപ്റ്ററിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എല്ലാ PSCൻ്റെ എക്സാമിനും ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത ടോപ്പിക്കിൽ നോക്കാം. എന്താണ് ഇതിൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കി നോക്കാം. സ്റ്റേറ്റ് വാട്ട് ഈസ് ഹാർഡ്വെയർ ആൻഡ് ടെസ്റ്റ് ദി ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഹാർഡ്വെയർ. അപ്പം നമ്മൾ ഇതിൽ ഹാർഡ്വെയർ പാർട്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഹാർഡ്വെയർ എന്ന് പറയുമ്പം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. പിന്നെന്താണ് ബ്രീഫ് ദ ലിസ്റ്റഡ് ഹാർഡ്വെയർ, അത് നമ്മളിതിൽ നോക്കും. അതുപോലെ സ്റ്റേറ്റ് വാട്ട് ഈസ് പാർട്ടീഷൻസ് ആൻഡ് ദെയർ ടൈപ്സ്, എക്സ്പ്ലെയിൻ ദ ബൂട്ടിംഗ് ആൻഡ് ഇറ്റ്സ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് നോക്കാം. എന്താണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ? The physical units of a computer are called as ഹാർഡ്വെയർ ഓഫ് എ കമ്പ്യൂട്ടർ. സോ നമുക്കറിയാലോ, ഒരു കമ്പ്യൂട്ടറിനെ നമുക്ക് കാണാൻ സാധിക്കുന്ന, അല്ലെ, കാണാനും അതുപോലെ എന്താണ് ടച്ച് ചെയ്യാനൊക്കെ സാധിക്കുന്ന ഫിസിക്കൽ യൂണിറ്റ്സിന് നമ്മൾ എന്ത് വിളിക്കും? ഹാർഡ്വെയർ എന്ന് വിളിക്കും. ഇതൊക്കെ നമുക്ക് ചെറുതിൽ അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ. ഇനി എന്താ ഹാർഡ്വെയർ എടുത്ത് നോക്കുവാണെങ്കിൽ അതിന് ഇന്റേണൽ ഹാർഡ്വെയർ ഉണ്ട്, എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഉണ്ട്. സോ അതെന്താ ഇന്റേണലും എക്സ്റ്റേണലും നമ്മുടെ ഡിഫറൻസ് എന്താ? അതായത് കമ്പ്യൂട്ടറിൽ ഇപ്പോൾ നമ്മൾ CPU നമ്മൾ പെട്ടെന്ന് നോക്കിയാൽ കാണുന്നതാണ് എന്ത്? എക്സ്റ്റേണൽ ഹാർഡ്വെയർ. ഇപ്പോൾ CPUൻ്റെ ബോക്സിനകത്ത് അത് നമ്മൾ തുറന്നിട്ടൊക്കെ എടുക്കുവാണെങ്കിൽ അതെന്താണ്? ഇന്റേണൽ ആണ് അല്ലേ. അപ്പം നമുക്ക് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്റേണൽ ഹാർഡ്വെയറിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? ബ്ലൂറേ, CD-ROM, DVD. അപ്പോൾ ഇതെല്ലാം നമ്മൾ അതിനകത്താണ് വെക്കുന്നത് അല്ലേ. നെക്സ്റ്റ് എന്താ? CPU, ഹാർഡ് ഡ്രൈവ്, മദർ ബോർഡ്, RAM, സൗണ്ട് കാർഡ്, വീഡിയോ കാർഡ്, SMPS. ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? ഇന്റേണൽ ഹാർഡ്വെയറിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് എക്സ്റ്റേണൽ ഹാർഡ്വെയർസ് നോക്കുവാണെങ്കിൽ അത് നമുക്കറിയാം. എന്ത്? നമ്മുടെ ഫ്ലാറ്റ് പെയിനലായിട്ടുള്ള മോണിറ്റർ, LCD സ്ക്രീൻ ഒക്കെ നമ്മൾ കാണൂലേ, അതെല്ലാം എന്താണ്? എക്സ്റ്റേണൽ ആണ് അല്ലേ. കീബോർഡ്, മൗസ്, പ്രിന്റർ, സ്കാനർ, ഇതെല്ലാം എക്സ്റ്റേണൽ ഹാർഡ്വെയറിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് നമ്മൾ എന്താ നോക്കുന്നത്? CPU ആൻഡ് ALU ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. CPU എന്ന് പറയുന്നത്, CPU എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ട്? ഇറ്റ് ഇസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. സോ ബ്രെയിന് മാത്രമല്ല, ഇറ്റ് ഈസ് ഓൾസോ ദി ഹാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ. സോ ഹാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടറും ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ത് തന്നെയാണ്? CPU തന്നെയാണ്. സോ ഹാർഡ്വെയറിൻ്റെ വർക്ക് എന്താണ്? ഹാർഡ്വെയർ എന്ത് ചെയ്യും? ഇറ്റ് ക്യാരീസ് ഔട്ട് ദി ഇൻസ്ട്രക്ഷൻസ് അല്ലേ. ഏത് ഹാർഡ്വെയറിനെ കുറിച്ചാണ് പറയുന്നത്? CPU എന്ന ഹാർഡ്വെയറിനെ കുറിച്ച്. സോ CPU എന്ന ഹാർഡ്വെയർ എന്താ ചെയ്യുക? ഇറ്റ് ക്യാരീസ് ഔട്ട് ദി ഇൻസ്ട്രക്ഷൻസ് ഓഫ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ബൈ പെർഫോമിംഗ് ദ ബേസിക് അരിത്മെറ്റിക്കൽ, ലോജിക്കൽ ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്. സോ നമ്മൾ കൊടുക്കുന്ന വർക്ക് ഇൻപുട്ടിന് കൊടുത്തിട്ട് പ്രോസസ്സ് ചെയ്യുന്ന ഫംഗ്ഷൻ ആര് ചെയ്യുന്നത്? CPU. ഓൾറെഡി നമുക്കറിയാം അല്ലേ. നെക്സ്റ്റ് നോക്കാം, CPU പോർട്ട്സ് ആൻഡ് കണക്ടേഴ്സ്. സോ എന്താണ് ഒരു പോർട്ട് എന്ന് പറഞ്ഞാൽ? പോർട്ട് എന്ന് പറയുന്നത് ഇതൊരു കണക്ടർ ആണ് അല്ലേ. ഇറ്റ് ഈസ് അറ്റ് ദ ബാക്ക് ഓഫ് എ കമ്പ്യൂട്ടർ ക്യാബിനറ്റ്. സോ കമ്പ്യൂട്ടർ ക്യാബിനറ്റിൻ്റെ ബാക്കിൽ നോക്കി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. എന്ത് ചെയ്യാണ് നമ്മൾ എക്സ്റ്റേണൽ ഡിവൈസുകളായിട്ടുള്ള, ഇപ്പോൾ പ്രിൻ്റർ ആയിക്കോട്ടെ, കീബോർഡ് ആയിക്കോട്ടെ, സ്കാനർ ആയിക്കോട്ടെ, മോഡം ആയിക്കോട്ടെ, ഇതിനെയൊക്കെ നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ വെക്കുന്ന പ്ലഗ് പോയിന്റ് മാതിരി ഉണ്ടാവൂലേ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പോർട്ട് എന്ന് പറയാം. മനസ്സിലായോ? എന്താണ് അത്? കണക്ടറാണ്. നമ്മൾ എന്താണ് കണക്ട് ചെയ്യുക? ഇപ്പോൾ പ്രിന്റർ, കീബോർഡ്, സ്കാനർ, മൗസ്, എക്സ്റ്റേണൽ മൗസ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്ലഗ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് എന്ത് വിളിക്കാം? പോർട്ട് എന്ന് പറയാം. സോ ദിസ് അലൗസ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡേറ്റ ടു ഫ്ലോ ബിറ്റ്വീൻ ദ കമ്പ്യൂട്ടർ ആൻഡ് ദ ഡിവൈസ്. അല്ലേ, നമുക്ക് അതിനെ കണക്ട് ചെയ്താലല്ലേ അവർ നമ്മളൊരു കണക്ഷൻ കൊടുക്കാൻ വേണ്ടി പറ്റൂ. അതാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ഇതിനെ
കോമൺലി നമ്മൾ എന്ത് വിളിക്കും? IO പോർട്സ് എന്ന് പറയും. ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ് നമ്മൾ പറയും. കാരണം നമ്മൾ ചിലപ്പോൾ ഇൻപുട്ട് ഡിവൈസസിനെ ആയിരിക്കും കണക്ട് ചെയ്യുന്നത്, ചിലപ്പോൾ ഔട്ട്പുട്ട് ഡിവൈസസിനെ ആയിരിക്കാം. സോ രണ്ടിനും എന്ത് ചെയ്യണം? നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്യണം. ഇനി ഈ പോർട്സ് വന്നിട്ട് സീരിയൽ ആയിട്ടും ഉണ്ടായിരിക്കാം, പാരലൽ ആയിട്ടും ഉണ്ടാവാം. സോ ദീസ് പോർട്സ് ക്യാൻ ഐദർ ബി സീരിയൽ ഓർ പാരലൽ. ഇനി നെക്സ്റ്റ് നമുക്കിതിലെ പോർട്ടുകൾ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറയാം. ഇതാ ഇവിടെ കണ്ടോ, PS/2 കീബോർഡ് പോർട്ട്, മൗസ് പോർട്ട്. അത് നമുക്കറിയാം കീബോർഡിന് സ്പെഷ്യലായിട്ട് പ്ലഗിങ് പോയിന്റ് ഉണ്ട്, മൗസിനുണ്ട്. അതേപോലത്തെ ഇതാണ് സീരിയൽ പോർട്ട്, ഇതാണ് പാരലൽ പോർട്ട് എന്ന് പറയുന്നത്. ഇത് VGA പോർട്ട്. ഈ VGA എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് USB പോർട്ട്, LAN പോർട്ട്, ഓഡിയോ പോർട്ട്. ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ എന്താണ്? മോസ്റ്റ് കണക്ടേഴ്സ് ആർ സെപ്പറേറ്റ് അല്ലേ? എല്ലാ കണക്ടേഴ്സും സെപ്പറേറ്റ് കണക്ഷനാണ് നമ്മൾ കൊടുക്കണം. കാരണം ഒരൊറ്റ പ്ലഗിനിൽ തന്നെ നമ്മൾ മൗസ് ചെയ്യുക, മൗസിനെ കണക്ട് ചെയ്യുക, പ്രിന്ററിനെ കണക്ട് ചെയ്യുക, എല്ലാത്തിനും കൂടിയും ഒരൊറ്റ ഒന്നല്ല ഉള്ളൂ, ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. അപ്പം നമുക്കിവിടെ നോക്കാം. ദ കീബോർഡ് ആൻഡ് മൗസ്, കീബോർഡും മൗസും കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? PS2, അതാണ് പേഴ്സണൽ സിസ്റ്റം 2 കണക്ടേഴ്സ്. PS2 നമ്മൾ എന്തിനാ യൂസ് ചെയ്യുക? ഇപ്പോൾ പുറത്ത് വയ്ക്കുക. കീബോർഡ് അതുപോലെ മൗസിനെ കണക്ട് ചെയ്യാനാണ് PS2 കണക്ടേഴ്സ്. ഈ PS2 കണക്ടേഴ്സ് 2 പറഞ്ഞ പോലെ തന്നെ 2 കളറിലുണ്ട്. ഓക്കെ, സോ കളർ കോഡഡ് ആണ് എന്ത്? PS2 കണക്ടേഴ്സ്. PS2 കണക്ടേഴ്സ് കളർ കോഡഡ് ആണ്. കളറിൽ എന്താ പറയുന്നത്? ഇപ്പൊ പേർപ്പിൾ കളറിലെ കണക്ടർ ആണെങ്കിൽ അത് കീബോർഡ് ആണ്. എന്താണ്? പേർപ്പിൾ കളറിലുള്ളതാണെങ്കിൽ അത് കീബോർഡിന്റെ ആണ്. ഗ്രീൻ കളർ ആണെങ്കിൽ അത് മൗസിനുള്ളതാണ്. സോ പേർപ്പിൾ കീബോർഡ്, ഗ്രീന് മൗസ്. നെക്സ്റ്റ് എന്താണ്? PS/2 പോർട്സ് എന്താ പറയുന്നത്? സ്റ്റാൻഡേർഡ് കീബോർഡ്സ് ആൻഡ് മൗസ് ഓഫൻ കണക്ട് ടു ദ കമ്പ്യൂട്ടർ ബൈ ദ PS2 കണക്ട് പോർട്സ്. To plug in a keyboard or mouse cable, first match the cable to the connector. അല്ലേ, നമ്മൾ എന്ത് ചെയ്യണം? മാച്ച് ചെയ്തിട്ട് അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. ദെൻ പുഷ് ദ കേബിൾ ഇൻ ടു ദ കണക്ടർ. ബി ഷുവർ നോട്ട് ടു, അല്ല നമുക്കറിയുന്ന കാര്യമില്ല, എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് പിൻ ചെയ്യുക, പിന്നെ പൊട്ടിപ്പോകരുത്, വളയാനും പാടില്ല. ആ രീതിക്ക് നമ്മൾ എന്ത് ചെയ്യാം? കറക്റ്റായിട്ട് ചെയ്യാം. നെക്സ്റ്റ് എന്താ പറയുന്നത്? സീരിയൽ ആൻഡ് പാരലൽ പോർട്ട്. എങ്ങനെ സീരിയൽ പാരലൽ ഉണ്ടായിരുന്നേ? ഇതാ ഇത് സീരിയൽ, നമ്മളോട് പറഞ്ഞു ഇത് സീരിയൽ, ഇതാണ് പാരലൽ. ഇനി എന്താ പറയുന്നത് നോക്കാം. സീരിയൽ പോർട്ടും പാരലൽ പോർട്ടും എന്ത് ചെയ്യാനാണ്? യെസ്, പ്രിന്റർ അതുപോലെ എക്സ്റ്റേണൽ ഡിവൈസുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സീരിയൽ അല്ലെങ്കിൽ പാരലൽ പോർട്ട് യൂസ് ചെയ്യുക. സോ പ്രിന്റേഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡിവൈസുകളെ കണക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സീരിയൽ അല്ലെങ്കിൽ പാരലൽ പോർട്ട്. ടു ട്രാൻസ്ഫർ എ ബൈറ്റ് ത്രൂ എ സീരിയൽ പോർട്ട്, അതായത് ഒരു ബൈറ്റ് ഡേറ്റ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? 8 bits are queued and sent bit by bit. സോ എന്താണ്? ഒരു ബൈറ്റിന് നമുക്ക് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ബിറ്റ് ബൈ ബിറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യുക. നമുക്കറിയാം അല്ലേ, ബൈറ്റ് ബിറ്റ്സ് എന്താണെന്നറിയാലോ. സോ എന്താണ്? 8 ബിറ്റുകളെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലെങ്ങനെയാണ്? ബിറ്റ് ബൈ ബിറ്റ്, ഓരോ ബിറ്റായിട്ടാണ് സീരിയൽ ആൻഡ് പാരലൽ പോർട്ടിൽ സെൻഡ് ചെയ്യുക, സീരിയലിൽ സെൻഡ് ചെയ്യാം. ഓക്കെ, സീരിയലാണെങ്കിൽ ബിറ്റ് ബൈ ബിറ്റ് ആയിട്ടാണ് സെൻഡ് ചെയ്യാം, ബിറ്റ് ബൈ ബിറ്റ് ഇൻ സീരിയൽ പോർട്ട്. അതേസമയം 8 ബിറ്റും ഒരുമിച്ച് സെൻഡ് ചെയ്യുവാണെങ്കിൽ അതിന് നമ്മൾ എന്ത് വിളിക്കും? പാരലൽ എന്ന് പറയും. സോ ഡിഫറൻസ് ഒന്നുകൂടെ പറയാം. സീരിയൽ ആണെങ്കിൽ ബിറ്റ് ബൈ ബിറ്റ് ആയിട്ടാണ് സെൻഡ് ചെയ്യാം. പാരലൽ പോർട്ട് ആണെങ്കിൽ 8 ബിറ്റിനെയും ഒരുമിച്ച് തന്നെ സെൻഡ് ചെയ്യും. അതാണ് സീരിയലും പാരലലും തമ്മിലുള്ള ഡിഫറൻസ്. നെക്സ്റ്റ് എന്താണ്? ദി പാരലൽ പോർട്ട്, സീരിയൽ പോർട്ട് ആൻഡ് വീഡിയോ പോർട്ട് ഓൾ യൂസ് ഡി ടൈപ്പ് കണക്ടേഴ്സ്. അപ്പം എന്താണ്? ഡി ടൈപ്പ് കണക്ടേഴ്സ് ആണ്. സീരിയൽ ആയിക്കോട്ടെ പാരലൽ ആയിക്കോട്ടെ രണ്ടുപേരും ഡി ടൈപ്പ് കണക്ടേഴ്സ് ആണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് എന്താണ്? These are called D connectors because of their shape which permits the cable to be plugged in only one way. അല്ലേ, ഒറ്റ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ഒരു ഡി മാതിരി ആയിരിക്കും അതിൻ്റെ പ്ലഗ് പോയിന്റ് നോക്കി നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ഡി കണക്ടേഴ്സ് എന്നൊക്കെ കാണണം എന്നുള്ളവർ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ പാരലൽ. നെക്സ്റ്റ് എന്താണ്? USB. നെക്സ്റ്റ് പോർട്ട് പറയുന്നതാണ് USB, that is Universal Serial Bus Port. So devices like digital cameras,
സ്കാനേഴ്സ്, പ്രിന്റേഴ്സ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, മദർ ബോർഡിലേക്ക് കണക്ട് ചെയ്യും അല്ലേ. സോ ഡിവൈസസ് ലൈക്ക് ഡിജിറ്റൽ ക്യാമറ, സ്കാനേഴ്സ്, പ്രിന്റേഴ്സ് ഒക്കെ നമ്മൾ എന്തിൽ കണക്ട് ചെയ്യണം, often connect to the motherboard by USB port. A USB connector's distinctive rectangular shape makes it easily recognizable. So USB cable നമ്മൾ എല്ലായിടത്തും കയ്യിലുണ്ടാവും അല്ലേ, നമ്മുടെ മൊബൈൽ ചാർജേഴ്സ് എല്ലാം USB cables ആണ്. So USB has a number of features that make it particularly popular on PCs. First, USB devices are hot swappable. You can insert or remove without restarting your system. അല്ലേ, നമുക്കിപ്പോൾ അറിയാം നമ്മുടെ ഫോൺ കണക്ട് ചെയ്യാനും എടുക്കാനും ഒക്കെ നമ്മൾ USB കേബിൾസ് യൂസ് ചെയ്യും കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ അല്ലേ. അതേസമയം നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ടോ? ഇല്ല, ജസ്റ്റ് പ്ലഗ് ഇൻ ചെയ്യുക, അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ് ആവും, നമുക്കത് റീസ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വരാറില്ല. നെക്സ്റ്റ് എന്താണ്, ലാൻ പോർട്ട്. നെയിം പറയുന്ന പോലെ തന്നെ ലാൻ പോർട്ട് എന്തിനാണ്, ടു കണക്ട് ദ PC ടു എ ലോക്കൽ നെറ്റ്വർക്ക് ഓർ ടു എ ഹൈ സ്പീഡ് ഇന്റർനെറ്റ് സർവീസസ്. സോ ഇന്റർനെറ്റ് കണക്ഷൻ കൊടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലാൻ പോർട്ട് യൂസ് ചെയ്യും. നെക്സ്റ്റ് എന്താണ് പറയുന്നത്, VGA എന്താ, വീഡിയോ ഗ്രാഫിക്സ് എറേ പോർട്ട്. സോ VGA പോർട്ട് നമുക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, പ്രൊവൈഡ്സ് ആക്സസ് ടു ഇൻറ്റഗ്രേറ്റഡ് വീഡിയോ. അപ്പോൾ ഇൻറ്റഗ്രേറ്റഡ് വീഡിയോയ്ക്കൊക്കെ ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, VGA പോർട്ട് യൂസ് ചെയ്യുന്നത്. ഓഡിയോ പോർട്ട് എന്തിനാ, നമുക്കറിയാം നമ്മൾ ഓഡിയോ പോർട്ട്സിൽ ഇപ്പോൾ സ്പീക്കേഴ്സ് ഒക്കെ കണക്ട് ചെയ്യും അല്ലേ, അപ്പോൾ അതെല്ലാം എന്ത് വഴിയാണ് ചെയ്യുന്നത്, ഓഡിയോ പോർട്ട് വഴിയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ CPU-ന്റെ ഫ്രണ്ടിൽ കാണുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് അല്ലേ. നോക്കി ഇതിൽ എന്തൊക്കെ ഉണ്ട്, പവർ ഓൺ സ്വിച്ച് എല്ലാം ഉണ്ട് അല്ലേ, പവർ ഇൻഡിക്കേറ്റർ, CD DVD ഡ്രൈവ് ഉണ്ട്, ഓപ്പൺ ആൻഡ് ക്ലോസ് ബട്ടൺ ഉണ്ടായിരിക്കും. സോ ഇത് കാണുന്ന ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഡിസൈൻ ഓഫ് CPU ക്യാബിനറ്റ്സ് മേ വേരി ബേസ്ഡ് ഓൺ ദ മാനുഫാക്ചർ അല്ലേ, നമുക്കറിയാം കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ജസ്റ്റ് സിമ്പിൾ പോയിന്റ്സ് ആണ്. അതായത് എന്താണ്, ഓരോ CPU-ൻ്റെയും പുറത്ത് കാണുന്ന ആ ഒരു ക്യാബിനറ്റിൻ്റെ ഒരു ഷേപ്പിനെല്ലാം വ്യത്യാസമാണ്. ഷേപ്പ് റെക്ടാങ്കുലർ ആണ്, പക്ഷേ അതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും, ചിലതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കാം. അത് ഓരോ മാനുഫാക്ചർ അനുസരിച്ചിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, ദ സിസ്റ്റം യൂണിറ്റ് ആൻഡ് ഇറ്റ്സ് കമ്പോണൻറ്റ്സ്. സോ സിസ്റ്റം യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു ബോക്സ് കാണാറില്ലേ, CPU എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണുന്ന ഒരു ബോക്സ് അല്ലേ, അതാണ് നമ്മുടെ സിസ്റ്റം യൂണിറ്റ്. ഇറ്റ്സ് എ ബോക്സ് ലൈക്ക് യൂണിറ്റ് ഫിൽഡ് വിത്ത് എ നമ്പർ ഓഫ് യൂസ്ഫുൾ കമ്പോണൻറ്റ്സ്. അത് ബോക്സ് തുറന്ന് കണ്ടവർക്ക് ഉണ്ടാകും, അതിലുള്ള ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ്, ഇതെല്ലാം വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു കമ്പ്യൂട്ടർ കറക്റ്റായിട്ട് പെർഫോം ചെയ്യാം. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് ഇൻപുട്ടിനെ എടുത്ത് കറക്റ്റായി പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ടിന് നമുക്ക് തരുള്ളൂ. അതിൻ്റെ കമ്പോണൻസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ. ഇവിടെ നോക്കിയാൽ കാണാം, ഇതാണ് പവർ സപ്ലൈ എന്ന് പറയുന്നത് ഇവിടെയാണ്. നെക്സ്റ്റ് എന്താണ്, ദ ഡ്രൈവ് ബേസ്, എക്സ്പാൻഷൻ സ്ലോട്ട്, ഡ്രൈവ് ബേസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം എന്താണെന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ നമ്മൾ നോക്കിയത് പവർ സപ്ലൈ. ഇവിടെ കണ്ടില്ല ഏറ്റവും മുകളിൽ ബ്ലാക്ക് ബോക്സ് ആയിട്ട്, അതാണ് പവർ സപ്ലൈ. സോ പേര് പറയുന്ന പോലെ തന്നെ എന്താണ്, the power supply connects to nearly every device in the PC to provide power. It is located at the rear of the case. The system unit draws power from the AC mains through a power protection device. കറണ്ട് വേണ്ടിയില്ലേ, സോ അതാണ് ആ ഒരു പവർ സപ്ലൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. This power is not directly supplied to the internal components. Instead, one of the components called the internal power supply converts the AC input to DC output of 5 and 12 volt. സോ എന്താണ്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിലേക്ക് കണക്ഷൻ, ഡയറക്റ്റ് ആയിട്ട് പവറിനെ സപ്ലൈ ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇതിനകത്ത് എന്തുണ്ട്, ഒരു ഇന്റേണൽ പവർ സപ്ലൈ ഉണ്ട്. സോ ഈ ഇന്റേണൽ പവർ സപ്ലൈ എന്ത് ചെയ്യും, ഈ AC ഇൻപുട്ടിനെ DC ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും, ഒരു 5 and 12 വോൾട്സിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ നോർമലി ഈ ഒരു ഇന്റേണൽ പവർ സപ്ലൈ നമുക്ക് എന്ത് വിളിക്കാം, സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. അതാണ് നമ്മുടെ SMPS എന്ന് പറയുന്നത്. ഫുൾ ഫോം നോക്കിയേക്കാം, SMPS, സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. എന്താ ചെയ്യുന്നത്, ACനെ DC ആക്കി മാറ്റുന്നു. ഓക്കെ, എന്താണ്, ദി SMPS ref provides cable connectors to supply the required voltage to the other internal components like the floppy drives, hard disk drive, motherboard and external device such as the keyboard. So ഇതിനെല്ലാം ആവശ്യമായിട്ടുള്ള പവർ സപ്ലൈ ചെയ്യുന്നത്, ഓൺ ആൻഡ് ഓഫ് ചെയ്യുന്ന വർക്ക് ആരുടെയാണ്, ഈ SMPS-ൻ്റെയാണ്. ഓക്കെ, സോ സിസ്റ്റത്തിനകത്ത് നമുക്കറിയാം ഹാർഡ് ഡിസ്ക് ഉണ്ട്, അപ്പോൾ അതിനൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഈ പവർ സപ്ലൈ വേണം. സോ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ
നമ്മൾ പ്ലഗ് ഇൻ ചെയ്യുമ്പോൾ അതിലേക്ക് കറണ്ട് അങ്ങനെ അങ്ങോട്ട് പാസ് ചെയ്യുകയല്ല ചെയ്യുക, ഇവരൊക്കെ ഡയറക്റ്റ്ലി യൂസ് ചെയ്യുകയല്ല ചെയ്യുക. ഫസ്റ്റ് ആ കറണ്ടിന് എവിടേക്ക് വരുന്നുണ്ട്? ഈ SMPSലേക്ക് വരുന്നത്, ഇന്റേണൽ പവർ സപ്ലൈയിൽ വരും. അവിടെ നിന്നാണ് അതിനെ AC എന്താക്കി മാറ്റും? DC ആക്കി കൺവേർട്ട് ചെയ്യും. പിന്നെന്താണ് നമുക്കറിയാം, CPU-നകത്തൊരു ഫാൻ ഉണ്ട് അല്ലേ. സോ ഫാൻ എന്താണ്? ആ SMPS-ന് എന്തുണ്ട്? ഒരു ഫാൻ ഉണ്ട്. അത് നമ്മുടെ എക്സ്ഹോസ്റ്റ് ഫാന് അല്ലേ. എക്സ്ഹോസ്റ്റ് ഫാൻ എന്ത് ചെയ്യും? നമുക്ക് വീട്ടിലും യൂസ് ചെയ്യാമല്ലോ എക്സ്ഹോസ്റ്റ് ഫാന്. സോ അതുപോലെ തന്നെ നമ്മുടെ CPU-നകത്ത് എന്തുണ്ട്? ഒരു എക്സ്ഹോസ്റ്റ് ഫാൻ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ കറങ്ങുന്ന സൗണ്ട് ആക്ച്വലി നമുക്ക് കേൾക്കാറുണ്ട് അല്ലേ. സോ എന്താണ്? എക്സോസ്റ്റ് ഫാൻ ഉണ്ട്. ഇത് എന്ത് ചെയ്യും? ദിസ് ഫാൻ റൊട്ടേറ്റ്സ് ആസ് ലോങ് ആസ് ദ കമ്പ്യൂട്ടർ ഈസ് സ്വിച്ച്ഡ് ഓൺ. സോ കമ്പ്യൂട്ടർ ഓൺ ആയിരിക്കുന്ന അത്രയും സമയം എന്ത് ചെയ്യും? ഈ ഫാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. സോ അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ SMPS-നെ ഇങ്ങനെ തണുപ്പിച്ച് വെക്കുന്ന വർക്കാണ് എന്തിൻ്റെ? ഫാൻ അവിടെ ചെയ്യുന്നത്, എക്സോസ്റ്റ് ഫാൻ. അതിനാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ്? ഡ്രൈവ് ബേസ്, അതുപോലെ എക്സ്പാൻഷൻ സ്ലോട്ട്. നമ്മളിവിടെ കണ്ടായിരുന്നില്ലേ, ഇതാ എക്സ്പാൻഷൻ സ്ലോട്ട്, അതുപോലെ ഡ്രൈവ് ബേസ് ഉണ്ട്. അതൊക്കെ എന്തിനുള്ളതാ? ഡ്രൈ ബേസ് എന്ന് പറയുന്നത് എന്താണ്? The 5.25 inch and 3.5 inch dry base house the many kind of storage devices a computer might contain. So ഇതെല്ലാം സ്റ്റോറേജ് ഡിവൈസസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് എന്താണ്? എക്സ്പാൻഷൻ സ്ലോട്ട്. ഇത് എന്തിനുള്ളതാണ്? ലൊക്കേറ്റഡ് ഇൻസൈഡ് എ കമ്പ്യൂട്ടർ മദർ ബോർഡ് ദാറ്റ് അലോ അഡീഷണൽ പെരിഫറൽസ് ടു ബി കണക്റ്റഡ് ടു ഇറ്റ്. സോ കമ്പ്യൂട്ടറിലേക്ക് ഇതുപോലെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും നമ്മൾ കണക്ട് ചെയ്യുവാണ്, മദർ ബോർഡുമായിട്ട് കണക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതെവിടെയാണ്? എക്സ്പാൻഷൻ സ്ലോട്ട്സിലേക്കാണ് വരുന്നത്. ഓക്കെ, അപ്പം അത്രയാണ് ഇതിൽ നമ്മൾ നോക്കിയത്. നെക്സ്റ്റ് എന്താണ്? മെമ്മറി സ്ലോട്ട്. ഇത് കാണുന്നതാണ് മെമ്മറി സ്ലോട്ട്. മെമ്മറി സ്ലോട്ടിലേക്ക് നമ്മൾ എന്താ ചെയ്യുക? യൂസ്ഡ് ടു ഇൻസേർട്ട് റാൻഡം ആക്സസ് മെമ്മറി. സോ ഈ റാം എന്ന് പറയുന്ന സംഭവം എവിടെയാണ്? ഈ മെമ്മറി സ്ലോട്ടിലേക്കാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? സ്റ്റോറേജ് ഡ്രൈവേഴ്സ്. സോ സ്റ്റോറേജ് ഡ്രൈവേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? നമുക്കറിയാം ഹാർഡ് ഡ്രൈവ് ഉണ്ട്, ഒപ്റ്റിക്കൽ ഡ്രൈവ് ഉണ്ട്, ഫ്ലോപ്പി ഡ്രൈവ്സ് ഉണ്ട്. സോ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? മദർ ബോർഡുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലേ. സോ മദർ ബോർഡിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യുക? ബൈ കേബിൾസ് ആൻഡ് ഈസ് മൗണ്ടഡ് ഇൻസൈഡ് ദ കമ്പ്യൂട്ടർ. സോ ഈ മദർ ബോർഡായിട്ട് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും? കേബിൾസ് ആയിട്ട് കണക്ട് ചെയ്യും. സോ ഇതൊക്കെയാണ് സ്റ്റോറേജ് ഡ്രൈവേഴ്സ് എന്നുള്ളതിൽ വരുന്നത്. നെക്സ്റ്റ് എന്താണ്? IDE ആൻഡ് സാറ്റ കേബിൾസ്. ഇതാണ് IDE ആൻഡ് സാറ്റ കേബിൾസ് എന്ന് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ബോക്സ് തുറന്നു കഴിഞ്ഞാൽ കളർഫുൾ ആയിട്ട് കുറച്ച് വയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് തന്നെയാണ് നമ്മുടെ എന്ത്? IDE ആൻഡ് സാറ്റ കേബിൾസ്. ഇവിടെ എന്താണ്? ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. 2 ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ഉണ്ട് അല്ലേ. ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്. സോ 2 ഹാർഡ് ഡിസ്ക് ഡ്രൈവിന് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? that connect in different ways to the motherboard. One uses the older IDE cable connection with the, whereas the other uses SATA, that is serial advanced technology attachment cable, which provides for faster hard drive access. So എന്താണ് നമ്മളിവിടെ പറഞ്ഞൂല്ലേ, 2 കേബിൾസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 2 രീതിയിലാണ് ആക്ച്വലി കണക്ട് ചെയ്തിട്ടുള്ളത്. ഒന്ന് വന്നിട്ട് പഴയതാണ്, IDE എന്ന് പറയുന്നത് ഓൾഡ് മോഡലാണ്. സോ IDE വെച്ച് കണക്ട് ചെയ്തതും ഇതിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാറ്റ കേബിളും ഇതിൽ നോക്കിയാൽ കാണാം. ഈ കാണുന്നില്ലേ ഈ വൈറ്റ് കളർ, ഇവിടെ ഇതാണ് നമ്മുടെ എന്തോന്ന് IDE കേബിൾസ് ആയിട്ട് കാണിക്കുന്നത്. സാറ്റ പറഞ്ഞത് ഈ കേബിൾസ് ആണ് സാറ്റ. സാറ്റേൻ്റെ ഫുൾ ഫോം എന്താ പറഞ്ഞേ? സീരിയൽ അഡ്വാൻസ്ഡ് ടെക്നോളജി അറ്റാച്ച്മെന്റ്. അപ്പോൾ എന്താണ് കുറച്ചും കൂടി ഹാർഡ് ഡ്രൈവ് ആക്സസ് ചെയ്യാൻ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ഏതാ പറയുന്നത്? പവർ പോർട്ട്. സോ എന്താണ് ഈ പവർ പോർട്ട്? The power is delivered to drives via cables that plug into the power port on the drives. അതായത് ഇതിലേക്ക് യൂസ് ചെയ്യുന്ന ഡ്രൈവുകളും കാര്യങ്ങളൊക്കെ അല്ലേ, അതിനൊക്കെ എന്ത് കിട്ടണം? പവർ കിട്ടണം. സോ നമ്മൾ കേബിൾസ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് എന്താ? പെരിഫറൽ കാർഡ് സ്ലോട്ട്. So the peripheral cards are the spare expansion slot available on the motherboard on which peripheral cards can be inserted. സോ നേരത്തെ നമ്മൾ കുറച്ച് സ്ലോട്ട് പറഞ്ഞു അല്ലേ. അപ്പം അതിന് പുറമേ ആയിട്ട് നമുക്ക് എന്തെങ്കിലും കാർഡ് മാതിരിയുള്ള കാര്യങ്ങളൊക്കെ, സോ എന്തെങ്കിലും എക്സ്ട്രാ കാർഡുകൾ നമ്മൾക്ക് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എവിടെ ചെയ്യുക? ഈ പെരിഫറൽ കാർഡ്സ് സ്ലോട്ടിലാണ് ചെയ്യുക. ബാക്കിയുള്ളതെല്ലാം പ്ലഗ് ഇൻ മാതിരിയായിരുന്നു അല്ലേ. ഇത് വന്നിട്ട് കാർഡുകളാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. സൗണ്ട് കാർഡ്, അതുപോലെ വീഡിയോ കാർഡ്, മോഡം, വയർലെസ് നെറ്റ്വർക്ക്. സോ ഇതിൻ്റെയൊക്കെ കാർഡുകൾ നമുക്ക് ഇവിടെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ പെരിഫറൽ കാർഡ് സ്ലോട്ടിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് പെരിഫറൽ കാർഡ്. ഈ കാണുന്നതാണ് എന്താണ്? പെരിഫറൽ കാർഡ് ഡിസൈൻഡ് വിത്ത് എ PCI കണക്ടർ. വിത്ത് എ PCI കണക്ടർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്.
നെക്സ്റ്റ് ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞു എക്സ്ട്രാ ഡിവൈസസ് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മദർ ബോർഡിലേക്ക് കൊടുക്കണം എന്ന് കണ്ടു അല്ലേ. സോ എന്താ മദർ ബോർഡ് എന്ന് പറയുന്നത്? ഈ കാണുന്ന സംഭവമാണ് മദർ ബോർഡ്. ഈ ഒരു സംഭവമാണ് എന്താ മദർ ബോർഡ്. അതെന്താണ്? ഇറ്റ്സ് എ printed circuit that is foundation of a computer and allows the CPU, RAM and all other hardware computer components to function with each other. So എല്ലാ കാര്യങ്ങളും നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്ന ആയിക്കോട്ടെ, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതെല്ലാം മദർ ബോർഡിലേക്ക് കണക്റ്റഡ് ആയിരിക്കണം. സോ മദർ ബോർഡ് എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ. സോ ദ മദർ ബോർഡ് ഈസ് എ പ്രൈമറി component of the entire system. A motherboard is a large board containing a number of tiny electronic circuits and other components are visible. All peripheral devices are connected to the motherboard. എല്ലാ കാര്യങ്ങളും എന്തിലേക്ക് കണക്റ്റഡ് ആണ്? മദർ ബോർഡിലേക്ക് കണക്റ്റഡ് ആണ്. ഇനി നമുക്ക് മദർ ബോർഡിലുള്ള കമ്പോണൻസ് എന്തൊക്കെയാന്ന് നോക്കാം. അതായത് ഈ കാണുന്ന ഫിഗർ ഉണ്ടല്ലേ, ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് കണ്ടിട്ടുണ്ടാവുമായിരിക്കും. കുറേ സാധനങ്ങൾ നിൽക്കുന്നുണ്ടാവും. സോ അത് എന്തൊക്കെയാന്നുള്ളത് നോക്കാം. എന്തൊക്കെയുണ്ട്? കീബോർഡ് ഓർ മൗസ് പോർട്ട് ഉണ്ട്, പാരലൽ സീരിയൽ പോർട്ട്, പ്രോസസർ സോക്കറ്റ്, AGP സ്ലോട്ട്, PCI സ്ലോട്ട്, ISA സ്ലോട്ട്, CMOS ബാറ്ററി, ഡേറ്റ കാർഡ് കണക്ടർ, മെമ്മറി സ്ലോട്ട്, ഫ്ലോപ്പി പോർട്ട്, ഫാൻ ഹെഡർ, മെയിൻ പവർ കണക്ടർ. അപ്പോൾ ഇതിൽ കുറേയൊക്കെ നമ്മൾ നോക്കി. നെക്സ്റ്റ് ഇത് നോക്കാൻ പോകുന്നത് ഫ്ലോപ്പി പോർട്ട്. പേര് നമുക്ക് അറിയാം അല്ലേ, എന്താണ്? ഫ്ലോപ്പി ഡ്രൈവ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. സോ ഫ്ലോപ്പി ഡ്രൈവ് കണക്ടേഴ്സ് ടു ദ computer via a 3 to 4 pin ribbon cable which in turn connects to the motherboard. A floppy controller is one that is used to control the floppy drive. So പറഞ്ഞ പോലെ തന്നെ എന്താണ്? ഫ്ലോപ്പി ഡ്രൈവിനൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് എന്താണ്? റാം സ്ലോട്ട്. റാം എന്താ ചെയ്യുക? നമുക്കറിയാം കറൻ്റ്ലി നമ്മൾ ഏത് പ്രോഗ്രാം ആണ് യൂസ് ചെയ്യുന്നത് അത് എവിടെ ഉണ്ടാവും? റാമിൽ ഉണ്ടാവും അല്ലേ, റാൻഡം ആക്സസ് മെമ്മറി. നെക്സ്റ്റ് എന്താണ്? റാമിനെ കുറിച്ച് നോക്കാം. സോ റാം ഇസ് മെഷേർഡ് ഇൻ യൂണിറ്റ്സ് കോൾഡ് ബൈറ്റ്. റാമിന്റെ മെഷർമെന്റ് നമ്മൾ എങ്ങനെയാ പറയുക? ബൈറ്റ്. സോ റാം ഹാസ് ബീൻ പാക്കേജ്ഡ് ഇൻ മെനി ഡിഫറെന്റ് വേസ്. സോ റാമിനെ എങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്? ഒന്ന് വന്നിട്ട് സിം, പിന്നെ ഒന്ന് ഡിം. സിമ്മിലും ഉണ്ട്, ഡിമ്മിലും വെക്കാം. സിം എന്ന് പറഞ്ഞാൽ സിംഗിൾ ഇൻലൈൻ മെമ്മറി മൊഡ്യൂൾ. ഈ സിം ഡിമ്മിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നേ. സിംഗിൾ ഇൻലൈൻ മെമ്മറി മൊഡ്യൂൾ 32 or 72 പിന്നിൻ്റെയാണ്. ഏത്? സിം എന്ന് പറഞ്ഞാൽ സിംഗിൾ ഇൻലൈൻ മെമ്മറി മൊഡ്യൂൾ. ഡിം എന്ന് പറയുമ്പം ഡ്യുവൽ ഇൻലൈൻ മെമ്മറി മൊഡ്യൂൾ 168 പിന്നാണ്. സോ ഇൻ മോസ്റ്റ് ഓഫ് ദ PCs നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഏതാണ്? ഡിം മൊഡ്യൂളാണ്. 168 പിന്നിൻ്റെയാണ് പൊതുവെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ്? റോം ബയോസ് ചിപ്പ്. റോം ബയോസ് എന്താ? ബയോസ് നോക്കാം. സോ ദിസ് മീൻസ് റീഡ് ഓൺലി മെമ്മറി. ബയോസിന്റെ ഫുൾ ഫോം ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. അപ്പൊ എന്താണ് ബയോസ് നോക്കാം അല്ലെ. എന്താണ് ബയോസ്? സോ ബയോസ് പറഞ്ഞാൽ എന്താണ്? ദ ബിൽറ്റ് ഇൻ സോഫ്റ്റ്വെയർ ദാറ്റ് ഡിറ്റർമൈൻസ് വാട്ട് എ കമ്പ്യൂട്ടർ ക്യാൻ ഡു without accessing programs from a disk. So on PCs the BIOS contains all the code required to control the keyboard, display screen, disk drive, serial communications and a number of simultaneous functions. So BIOS is typically placed in a ROM chip that comes with the computer. ROM BIOS. This ensures that the BIOS will always be available and will not damaged by disk failures. സോ എന്താ പറയുന്നത്? നമുക്ക് ബൂട്ടിങ് കാര്യങ്ങളൊക്കെ പറയില്ല, അതാണ് നമ്മുടെ ബയോസ് എന്ന് പറയുന്നത്. ബയോസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ടുള്ളതായിരിക്കും. കമ്പ്യൂട്ടറിൽ നമ്മൾ വാങ്ങുമ്പോൾ തന്നെ ഉള്ളതാണ് എന്ത്? ഈ ബയോസ്. ബാക്കി സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. പക്ഷെ ബയോസ് എന്താണ്? ഓൾറെഡി അതിൽ ഉണ്ടാവും, ഇൻബിൽട്ട് ആയിട്ട് അവർ വെക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഈ ബയോസിലാണ് എന്തുള്ളത്? ബാക്കി കമ്പ്യൂട്ടറിനെ കൺട്രോൾ ചെയ്യുന്ന എല്ലാ കോഡുകളും ബയോസിലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ബയോസിനെ നമുക്ക് എവിടെയാണ് വെക്കുക? റോം ചിപ്പിനകത്താണ് വെക്കുക. റോം എന്ന് പറഞ്ഞാൽ നമുക്കത് റീഡ് ഓൺലി മെമ്മറിയാണ് അല്ലേ. സോ അതിലേക്ക് നമുക്ക് ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റില്ല. ഇറ്റ് ഈസ് റീഡ് ഓൺലി, നമുക്ക് ജസ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. സോ ആ റോമിനകത്താണ് നമ്മൾ എന്തിനെ വെക്കുക? ബയോസിനെ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ it also make it possible for a computer to boot itself. അല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പ്യൂട്ടേഴ്സിന് സ്വന്തമായിട്ട് തന്നെ ബൂട്ടിങ് ചെയ്യാനും പറ്റും. അതുപോലെ നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം വർക്ക് ചെയ്യുന്നത് എന്താ? ആദ്യം ഈ ബയോസ് ആണ് ചെക്ക് ചെയ്യുക. അത് ബയോസ് ചെക്ക് ചെയ്യാണ് അതിലുള്ള
എല്ലാം കറക്റ്റായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ, എല്ലാം ഓക്കെ ആണോ എന്ന് എപ്പോഴൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്നു അപ്പോഴൊക്കെ ഈ ബയോസ് അത് ചെക്ക് ചെയ്യും. എന്നിട്ട് എന്തെങ്കിലും ഫെയിലിയേഴ്സ് ഉണ്ടെങ്കിൽ അത് അവിടെ ഡിസ്പ്ലേ ചെയ്യും. ഇപ്പൊ ഇന്ന സിസ്റ്റത്തിൽ ഇന്ന ഭാഗം ഫെയിലിയർ ആണ് അതൊക്കെ അവിടെ എഴുതി കാണിക്കും. അത് കറക്റ്റ് ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ലോഡ് ചെയ്യാനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ റാം എന്താണ്, റോമിനേക്കാൾ ഫാസ്റ്റ് ആണ് അല്ലേ. റോമും മെമ്മറീസ് ആണ്. നമുക്കറിയാം പ്രൈമറി മെമ്മറികൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയില്ലേ, മെമ്മറി രണ്ടെണ്ണം ഉണ്ട്, പ്രൈമറി സെക്കൻഡറി. അത് പ്രൈമറി മെമ്മറി ആയിട്ട് നമ്മൾ പറയുന്നതാണ് ഈ റാമും റോമും. റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി, റോം പറഞ്ഞ റീഡ് ഓൺലി മെമ്മറി. ഓക്കെ, ബയോസിന് നമ്മൾ എന്ത് ചെയ്യും, റോമിലുള്ള ബയോസിനെ നമ്മളെടുത്ത് റാമിലേക്ക് ഇടും. സോ ഈ ഒരു ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ആഷഡോയിങ്. സോ ഇതിനെ പറയുന്നതാണ് ആഷഡോയിങ്. അപ്പോൾ ഈ മോഡേൺ പി സിയിലൊക്കെ ഫ്ലാഷ് ബയോസ് ആണ് ഉണ്ടാവുക. മോഡേൺ പി സികളിൽ പൊതുവെ എന്താണ്, ഫ്ലാഷ് ബയോസ് ഒക്കെ വയ്ക്കുന്നുണ്ട്. അതായത് എന്താണ്, ഈ ബയോസ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യാണ്, അതിന് ഫ്ലാഷ് മെമ്മറി ചിപ്പായിട്ട് ആ ഫ്ലാഷ് മെമ്മറി ചിപ്പിൽ ഈ ബയോസിനെ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്. ഫ്ലാഷ് ബയോ ചിപ്പിൽ ബയോസിനെ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്. സോ എപ്പോഴാണോ ആവശ്യം ആ സമയങ്ങളിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ബയോസിൻ്റെ കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ വരുന്നതാണ് നമ്മുടെ CMOS ബാറ്ററി. ഓക്കെ, സോ CMOS ബാറ്ററി അതെന്താണ്, കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ. സോ നമ്മൾ പറയുന്നതൊക്കെ നമ്മുടെ മദർ ബോർഡിലുള്ള ഭാഗങ്ങളാണ് കേട്ടോ. ഇപ്പം നമ്മൾ പറയുന്നത് എന്താണ്, ഈ CMOS ബാറ്ററിനെ കുറിച്ചാണ് ഇപ്പോൾ പറയണത്. സോ അതെന്താണ്, അത് ആക്ച്വലി നമ്മുടെ മദർ ബോർഡിലുള്ള ഒരു ചെറിയ മെമ്മറി ആണ് കേട്ടോ. ഈ സ്മോൾ എമൗണ്ട് ഓഫ് മെമ്മറി ഓൺ കമ്പ്യൂട്ടർ മദർ ബോർഡിലുള്ള കുറച്ച് ഡേറ്റാസ്. എന്ത് ഡേറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത് വെച്ചാൽ ബയോസിൻ്റെ സെറ്റിങ്സ്. ബയോസ് എന്താണെന്ന് പറഞ്ഞില്ല. സോ ആ ബയോസിൻ്റെ സെറ്റിങ്ങുകൾ തന്നെ സ്റ്റോർ ചെയ്യുന്ന മദർ ബോർഡിലെ ചെറിയൊരു ഭാഗമാണ് എന്ത്, CMOS ബാറ്ററി എന്ന് പറയുന്നത്. സോ ബാറ്ററിയുടെ ലൈഫ് ടൈം നോക്കുകയാണെങ്കിൽ നമ്മുടെ മദർ ബോർഡ് എത്ര കാലം ഉണ്ടാവുമോ അതുപോലെ അത്രയും കാലം തന്നെ നമ്മൾ എന്തുണ്ടാവും, അതിനെയാണ് നമ്മുടെ CMOSൻ്റെ ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 വർഷക്കാലമൊക്കെയാണ് ഉണ്ടാവുക. പക്ഷെ അതിന് മുമ്പ് തന്നെ ചിലപ്പോൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും, കാരണം നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ഓൾറെഡി ചിലപ്പോൾ അത് 10 വർഷത്തിന് മുമ്പ് തന്നെ ചിലപ്പോൾ മാറ്റി എന്നൊക്കെ വരാം. അടുത്ത എന്താ, ISA സ്ലോട്ട്, ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആർക്കിടെക്ചർ. ഇതെന്താണ്, ഇത് വന്നിട്ട് സ്റ്റാൻഡേർഡ് ആർക്കിടെക്ചർ ഓഫ് ദ എക്സ്പാൻഷൻ ബസ്. നമ്മൾ എക്സ്പാൻഷൻ ബസ് ഒക്കെ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. സോ ആ എക്സ്പാൻഷൻ ബസ്സിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ആർക്കിടെക്ചറാണ്. സോ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു കാര്യം മദർ ബോർഡിൽ എന്തുണ്ട്, മദർ ബോർഡ് മേ കണ്ടെയ്ൻ സം സ്ലോട്ട്സ് ടു കണക്ട് ISA കോമ്പാറ്റബിൾ കാർഡ്സ്. സോ ISA കോമ്പാറ്റബിൾ കാർഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് വെക്കാൻ വേണ്ടി ഏത് യൂസ് ചെയ്യാം, ഈ ISA സ്ലോട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ് എന്താ, PCI സ്ലോട്ട്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇന്റൽ ആണ്. ഇന്റൽ എന്ന് കേട്ടിട്ടില്ലേ. സോ ഇന്റൽ ആണ് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, പെരിഫറൽ കോമ്പോണൻറ്റ് ഇന്റർ കണക്ട് ബസ് പ്രോട്ടോകോൾ. സോ അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ PCI ബസ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, PCI ബസ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ IO ഡിവൈസസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റൽ PCI കൊണ്ടുവന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് PCI സ്ലോട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഈ PCI ബസ് വന്നതോടുകൂടി അത് എന്തിനെ റീപ്ലേസ് ചെയ്തു, ISA ബസ്സിനെ ഇത് റീപ്ലേസ് ചെയ്തു. ഇനി അടുത്തത് എന്താണ്, ഈ PCI ബസ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതുകൊണ്ട് കൂടി തന്നെ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കുറേ ഡിവൈസുകൾ കണക്ട് ചെയ്യില്ലേ, നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കുറേ ഡിവൈസ് കണക്ട് ചെയ്യില്ലേ. സോ ആ ഡിവൈസുകൾക്കൊക്കെ ഇപ്പം മെമ്മറിയിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ CPU വഴി പോവാതെ ഡയറക്റ്റായിട്ട് ഈ PCI ബസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതിന് ഡയറക്റ്റായിട്ട് മെമ്മറിയിൽ നിന്ന് ഡേറ്റ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ എക്സ്റ്റേണൽ ഡിവൈസ് അല്ലെങ്കിൽ പെരിഫറൽസിന് പറ്റും. അത് ഈ PCI ബസ്സിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞേ, ഓക്കെ. അപ്പോൾ ഈ PCI ബസ്സിൻ്റെ ഹെൽപ്പിൽ നമുക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുകയെന്ന് വെച്ചാൽ, ഈ PCI ബസ് ഉണ്ടെങ്കിൽ ഈ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള പെരിഫറൽസ് ഉണ്ടല്ലോ, ആ പെരിഫറൽസിനൊക്കെ മെമ്മറിയിൽ നിന്ന്
ഡയറക്റ്റ് ആയിട്ട് ഡേറ്റാനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് CPU വഴി ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് പെരിഫറൽസിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മെമ്മറിയിൽ നിന്ന് ഡേറ്റാനെ എടുക്കാൻ വേണ്ടി പറ്റും PCI ബസിൻ്റെ ഹെൽപ്പിൽ. അടുത്താണ് AGP സ്ലോട്ട്. AGP പറഞ്ഞാൽ എന്താ, ആക്സലറേറ്റ്സ് ഗ്രാഫിക്സ് പോർട്ട്. ഗ്രാഫിക്സ് പോർട്ട് പറയുമ്പോൾ നമുക്കറിയാം എന്തിനുള്ളതാണ്, നമ്മുടെ വീഡിയോ കാർഡൊക്കെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ ഇതിനൊക്കെയായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ ഒരു സ്ലോട്ട് യൂസ് ചെയ്യാം. പവർ സപ്ലൈ പ്ലഗിന് എന്താണ്, പേര് പറയണ പോലെ തന്നെ അത് എന്തിനാണ്, നമ്മുടെ ഇലക്ട്രിക്കൽ പവർ ടു മേക്ക് ദ PC ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം, പവർ സപ്ലൈ പ്ലഗ് ഇൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. ഇനി ഹാർഡ് ഡിസ്ക്, അതിൻ്റെ പാർട്ടീഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അല്ലെങ്കിൽ വീഡിയോ ഇങ്ങനെ ലെങ്തി ആയി പോകും, നമുക്കും ഇങ്ങനെ ബോറടിക്കാൻ തുടങ്ങും. അപ്പോൾ കുറച്ച് ടോപ്പിക്സ് മാത്രം നമ്മൾ ഡെയിലി കവർ ചെയ്ത് പോകുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ അത്ര ബേർഡനായി വരില്ല. സോ അന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അന്നു തന്നെ നോക്കുക, നോട്ട്സ് എഴുതി വെക്കുക. അത് നിങ്ങളുടേതായ നോട്ട്സ് തന്നെ എഴുതി വെക്കുക. അതുകൊണ്ടാണ് ഞാൻ നോട്ടായിട്ട് തരാത്തത്. കാരണം നമ്മൾ തന്നെ നോട്ട് എഴുതുമ്പോഴായിരിക്കും നമുക്കത് വായിക്കുമ്പോഴും കുറച്ചും കൂടി ഈസി ആവുക. ഞാൻ ഒരു നോട്ട് തരാമെന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്ന പോലെ ആയിരിക്കും, തരുന്നു അത് അതേപോലെ പഠിക്കണം എന്നുള്ളത്. അങ്ങനെ അല്ലാതെ നിങ്ങൾ തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് അത് സൂക്ഷിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവില്ല, നമ്മൾ തന്നെയാണ് നോട്ട് എഴുതിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഹാർഡ് ഡിസ്ക് പാർട്ടീഷനിങ് മുതലുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നന്നായി പഠിച്ചു വയ്ക്കുക. നമ്മുടെ കുറച്ച് പോർഷൻസ് അങ്ങോട്ട് കഴിഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ വരും, മോക്ക് ടെസ്റ്റുകൾ വരും. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് അന്നുള്ള കാര്യങ്ങൾ പഠിച്ചു പോകാം. അല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും മറന്നു പോകും, മറക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ അഗെയിൻ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.